ഇന്നത്തെ വീഡിയോയിലും പ്രധാനമായും നമ്മൾ പഠിപ്പിക്കുന്നത് ചില മോഡേൺ അറബിക് വാക്കുകളാണ്. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട, ഈ കാലഘട്ടത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില മോഡേൺ അറബിക് പദങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനായി നമ്മളൊരു അറബിക് ന്യൂസാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ആ ന്യൂസ് നമുക്ക് അറബിയിൽ വായിക്കാം. الذكاء الاصطناعي أداة أساسية لتطوير الصناعات الدفاعية الفترة المقبلة. ഇതിൽ പറഞ്ഞ ഉള്ളടക്കം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അസ്സകാഉൽ ഇസ്തിനാഇ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അഥവാ കൃത്രിമ ബുദ്ധി AI, അത് അദാത്തുൻ അസാസിയ ഒരു അടിസ്ഥാനപരമായ ഒരു ഉപകരണമാണ്. ലിതത്വീരി സിനാആത്തി ദിഫാഇയ, പ്രതിരോധ വ്യവസായങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ ഉപകരണമായി മാറിയിരിക്കുകയാണ് ഈ കൃത്രിമ ബുദ്ധി എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പദങ്ങൾ നമുക്ക് പരിശോധിക്കാം. അസ്സകാഉൽ ഇസ്തിനാഇ അഥവാ കൃത്രിമ ബുദ്ധി. അസ്സക എന്ന് പറഞ്ഞാൽ ബുദ്ധി. രണ്ട് വാക്കും ഇതിലുള്ള വാക്കുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ ഒരു മോഡേൺ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അസ്സകാഉൽ ഇസ്തിനാഇ എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി. സനയിൽ നിന്ന് പോയൊരു ഇഫ്താല ബാബിൻ്റെ മസ്തറാണ് ഇസ്തിന എന്നുള്ളത്. തായിനെ കുറിച്ച് ആക്കിയതാണ്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, അതായത് ഈ കൃത്രിമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്ന തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അസ്സകാഉൽ ഇസ്തിനാഇ എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി. അത് അദാത്തുൻ അസാസിയ, ഒരു അദാത്തുൻ അസാസിയ എന്ന് പറഞ്ഞാൽ, അദാത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം അല്ലെങ്കിൽ വസ്തു എന്നാണ് പൊതുവെ അതിൻ്റെ മലയാളം അർത്ഥം. അപ്പോൾ ഇവിടെ നല്ലൊരു യോജിച്ച മലയാളം എന്നുള്ളത് അസ്സകാഉൽ ഇസ്തിനാഇ എന്ന് പറഞ്ഞാൽ അദാത്തുൻ അസാസിയ, ഒരു അടിസ്ഥാനപരമായ സാങ്കേതിക വിദ്യയാണ് അല്ലെങ്കിൽ സംവിധാനമാണ് എന്നതായിരിക്കും ഇവിടെ ഒരു യോജിച്ച അർത്ഥം. പൊതുവെ അദാത്തിന് അർത്ഥം ഉപകരണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യോജിച്ചത് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു സംവിധാനമാണെന്ന രീതിയിലായിരിക്കും ഇവിടെ നല്ല സ്യൂട്ടായിട്ട് വരുന്നത്. ലിതത്വീരി അസ്സിനാഅത്തി ദിഫാഇയ, തവ്വീർ എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക എന്ന അർത്ഥത്തിലാണ് തവ്വീർ എന്നുള്ളത്. തത്വീർ എന്നുള്ളത്. സിനാഅത്ത് എന്നുള്ളത് സനയിൽ നിന്ന് പോകുന്നത് തന്നെയാണ്, പോകുന്ന ഇസ്മാണ്. സിനാഅത്ത് എന്നുള്ളത് സിനാഅത്തുൽ കൈത്തൊഴിൽ എന്നൊക്കെ നമ്മൾ സുപരിചിതമായുള്ള അർത്ഥങ്ങളാണ്. അപ്പോൾ സിനാഅത്തിന് വ്യവസായം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി, അതായത് സിനാഅത്തു സിയാഹ എന്ന് പറഞ്ഞാൽ ടൂറിസം ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെ നോക്കുന്നത് സിനാഅത്തുൻ ദിഫാഇയ എന്ന് പറഞ്ഞാൽ പ്രതിരോധ വ്യവസായങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിനാഅത്ത് എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങൾ, ദിഫാഇയ എന്ന് പറഞ്ഞാൽ പ്രതിരോധപരമായ വ്യവസായങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ സാങ്കേതിക വിദ്യയാണ് കൃത്രിമ ബുദ്ധി എന്നുള്ളത്. അപ്പോൾ അൽ ഫത്രത്തുൽ മുഖബില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായ പദമാണ്. അൽ ഫത്രത്ത് എന്നുള്ള സമയം അല്ലെങ്കിൽ കാലം. അൽ മുഖബില അക്ബല ഇഖുബില നിന്ന് വരുന്ന ഒരു പദമാണ്, ഇസ്മ ഫായിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരാൻ പോകുന്ന എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.